ക്രിസ്മസ് അടുത്തതോടെ വ്യത്യസ്തവും മനോഹരവുമായി ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള ശ്രമത്തിലാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. എത്രയൊക്കെ പരിമിതികളുണ്ടെങ്കിലും ക്രിസ്മസ് ആഘോഷത്തിന് കുറവൊന്നും വരരുത് എന്ന ചിന്തയാണ് വിശ്വാസികളുടെ മനസ്സിലുള്ളത്. ഇത്തരത്തിൽ വ്യത്യസ്തമായി ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇടുക്കി രൂപതയിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ ഇടവകയിലെ വിശ്വാസി സമൂഹം. ഇടുക്കി രൂപതയിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ ഇടവക ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഒരുക്കത്തിലാണ്. ഈ ഇടവകയിലെ ഏതാണ്ട് 43 കൂട്ടായ്മകൾ ഈ വർഷത്തെ ക്രിസ്മസിന് ഒരുക്കമായിട്ട് 43 മനോഹരമായ നക്ഷത്രങ്ങൾ സ്ഥാപിച്ച് വളരെ മനോഹരമായി പള്ളിമുറ്റത്ത് ഇവിടെ കടന്നു വരുന്നവർക്കെല്ലാം നല്ല ഒരു കാഴ്ചയായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ഈശോയുടെ ജനനാവസരത്തിൽ നമുക്കറിയാം, നക്ഷത്രം അതൊരു ദിവ്യശിശുവിൻ്റെ ജനനത്തിൻ്റെ പ്രതീകമായിട്ട് രാജാക്കന്മാരെ പുൽക്കൂട്ടിലേക്ക് നയിച്ചതിൻ്റെ ഓർമ്മ ക്രിസ്മസ് ആഘോഷിക്കുന്ന അവസരങ്ങളിൽ നക്ഷത്ര വിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ വീണ്ടും അനുസ്മരിക്കുകയാണ്. ഈ ഇടവക സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് എല്ലാ കൂട്ടായ്മ അംഗങ്ങളും ഈ ക്രിസ്മസിനുള്ള ഈ അടുത്ത ഒരുക്കത്തിൽ പങ്കുചേർന്ന് മനോഹരമായിട്ടുള്ള ഈ നക്ഷത്ര വിളക്കുകൾ ഈ പള്ളിമുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ റോഡിലൂടെ കടന്നു പോകുന്ന ഈ വഴിക്ക് വരുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള നിരവധി ആളുകൾ ഇത് കാണാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ കടന്നു വരുന്നത് പ്രത്യേകിച്ചും ഈ തീർത്ഥാടന ദേവാലയത്തിന് വലിയൊരു അലങ്കാരമായിട്ട് നിൽക്കുകയാണ്. ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ പ്രത്യേകിച്ചും രാജകുമാരി ദേവമാതാ ഇടവക സമൂഹം ഈ ദേവാലയത്തിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ദിവസവും തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാൻ ഈ തീർത്ഥാടന ദേവാലയത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഇവിടെ കടന്നു വരുന്നവർക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും.